ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലാബ് 30 മാക്സിമം ആൻഡ് മിനിമം +2 വരുന്നതാണ്. 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു ഫംഗ്ഷൻ ടൈപ്പ് ചെയ്ത് x³ - 3x + 1 ഇതിൽ ലോക്കൽ മാക്സിമയും ലോക്കൽ മിനിമയും കണ്ടെത്തുന്നു. എന്നിട്ട് അതിൻ്റെ ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം വാല്യൂസ് കണ്ടെത്തുന്നു. ഈ ഗ്രാഫിൽ നിന്ന് വെറുതെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏറ്റവും മാക്സിമം വന്നിരിക്കുന്നത് -1ലാണ് വാല്യൂ 3, ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് 1ലാണ് വാല്യൂ -1. ജസ്റ്റ് നോക്കി നമുക്ക് അങ്ങനെ പറയാവുന്നതേ ഉള്ളൂ. എങ്കിലും നമ്മളൊരു ഇത് വെച്ചിട്ട് ഒരു കൺവെൻഷൻ വെച്ച് കാണുമ്പോഴേക്കും അതിൻ്റെ ഡെറിവേറ്റീവ് കാണുക, f' കാണുക. അപ്പോൾ ഇത് 2 പോയിന്റിൽ മീറ്റ് ചെയ്യും എക്സ് ആക്സിസിൽ. അപ്പോൾ f'(x) 0 ഇക്വേറ്റ് ചെയ്യിക്കുക. ഓക്കെ, അതാണ് എക്സ് ആക്സിസ് ടച്ച് ചെയ്യുന്ന പോയിന്റ്സ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻ്റർസെക്റ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആ 2 പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. അതിലൊന്ന് ലോക്കൽ മാക്സിമയും ഒന്ന് ലോക്കൽ മിനിമയും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ തിയററ്റിക്കലി ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യും. ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് അതൊന്നും തിരക്കേണ്ട കാര്യമില്ല. 2 പോയിന്റ്സ് കിട്ടുന്നു, അതിൽ f(a) കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം കിട്ടും. ഇവിടെ നോക്കിയാൽ അറിയാം. f(b) കൊടുത്തു കഴിഞ്ഞാൽ മിനിമവും കിട്ടും. ഓക്കെ, നമ്മൾ റിയൽ ലൈഫിൽ അതിൻ്റെ തിയററ്റിക്കൽ വശമാണ് ഞാൻ ആ ഡെറിവേറ്റീവ് ടെസ്റ്റുകളുടെ കാര്യം പറഞ്ഞത്. ഇനി നമ്മൾ അടുത്തത് sin x-ൻ്റെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ആക്സിസുകളെ π/2ൻ്റെ ബേസിൽ എന്താക്കുക, നമ്മൾ മാറ്റേണ്ടതുണ്ട്. അത് കമ്പ്യൂട്ടറിൽ ചെയ്താൽ മതി. ഞാൻ തൽക്കാലം ചെയ്യുന്നില്ല. അറിയാമല്ലോ, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഗ്രാഫിക്സ് വരും. ഗ്രാഫിക്സിൽ നിന്ന് എക്സ് ആക്സിസിൽ മാർക്കിങ് മാറ്റി π/2 ആക്കുക. അപ്പോൾ ഇവിടെ 0ക്കും π-ക്കും ഇടയിൽ sin x ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കാണാനേ പറഞ്ഞിട്ടുള്ളൂ, വാല്യൂ കാണാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, f' ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ എടുക്കുന്നു, അതിനെ 0 ഇക്വേറ്റ് ചെയ്യിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊരു പോയിൻ്റ് A കിട്ടി. അപ്പോൾ അതാണ് ലോക്കൽ മാക്സിമം പോയിൻ്റ്. ലോക്കൽ മിനിമകൾ അറിയാം, 0ലും π-യിലുമാണ്. ഓക്കെ, വാല്യൂ വരുന്നത് 0ആണ്. മാക്സിമം വരുന്നത് Aയിലാണ്. വാല്യൂ എത്രയാണ്, മാക്സിമം വാല്യൂ നോക്കിയാൽ അറിയാം, 1 ആണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം ഒരു ഗ്രാഫ് വരച്ചിട്ട് ചെയ്യാനുള്ളത് തന്നെയാണ്. x³ - 2x² - 6x + 2 ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരേ രീതി തന്നെയാണ് 4 കണക്കിനും വരുന്നത്. 8 മാർക്കാണ്. അതിൽ 3 ചെയ്താൽ മതി, എന്നാലും നിങ്ങൾ എല്ലാം തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ടോപ്പും ലീസ്റ്റ് നമ്മൾ കുറച്ചധികം സൂം ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് f' അടിക്കുക, അതിനെ 0 ഇക്വേറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഇൻ്റർസെക്റ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫിലും എക്സ് ആക്സിസിലും ടച്ച് ചെയ്യുക. അപ്പോൾ 2 പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ അതിലൊന്ന് ലോക്കൽ മാക്സിമയും ഒന്ന് ലോക്കൽ മിനിമയും ആയിരിക്കും. വാല്യൂസ് അറിയാൻ f(b) കൊടുത്താൽ മതി. നമുക്കൊന്ന് മാറ്റി നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ച് കാണും. കമ്പ്യൂട്ടറിൽ നമുക്ക് അതിനൊന്നും ആവശ്യമില്ല. ഇപ്പോൾ കാണുമ്പോൾ അറിയാം A ആണ് മാക്സിമം, P ആണ് മിനിമം. അല്ലെ f(a) f(b) അടിക്കുമ്പോൾ ഒരു പോസിറ്റീവ് വാല്യൂയും കാണും, ഒരു നെഗറ്റീവ് വാല്യൂയും കാണും മിക്കവാറും കേസുകളിൽ. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ളതായിരിക്കും ലോക്കൽ മാക്സിമം, മറ്റേതായിരിക്കും ലോക്കൽ മിനിമം. ആ വാല്യൂസ് കിട്ടാനാണ് f(a) f(b) എന്നടിച്ചത്. ആ പോയിൻറ്റ്സ് നമുക്ക് എയും ബിയും ആണ്. ഓക്കെ, ഇനി അടുത്ത ഫംഗ്ഷൻ 3x³ - 9x² + 2 ആണ്. അപ്പോൾ അതിൻ്റെ ആബ്സല്യൂട്ട് മാക്സിമവും ആബ്സല്യൂട്ട് മിനിമവും വാല്യൂസ് കാണാനാണ് ക്ലോസ്ഡ് ഇൻ്റർവൽ -2 4ൽ. മിക്കവാറും കേസസിൽ ആ ക്ലോസ്ഡ് ഇൻ്റർവെൽസ് തന്നെയായിരിക്കും ആബ്സല്യൂട്ട് മാക്സിമം മിനിമം വരുന്നത്. മിക്കവാറും കേസസിൽ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, നമ്മളതൊന്ന് ചെയ്ത് തന്നെ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് f'(x) കാണുക. ഓക്കെ, f' ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ കാണുക. അപ്പോൾ 2 പോയിൻറ്റ്സ് കിട്ടും. ആ ബ്ലൂ ഗ്രാഫ് മീൻസ് ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് എക്സ് ആക്സിസുമായിട്ട് ടച്ച് ചെയ്യുന്ന പോയിൻറ്റ്സ് എടുക്കുക, അതാണ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 0യും 2ഉം കിട്ടി. ഓക്കെ, അപ്പോൾ 0 ആ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിലും എൻ പോയിൻറ്റ്സിലും, അതായത് ക്ലോസ്ഡ് ഇൻ്റർവെൽസിലും ഉള്ള ഫംഗ്ഷൻ്റെ വാല്യൂ കാണുക. അതായത് f(0), f(2), f(-2), f(4). ഇതിൽ മാക്സിമം വരുന്നതായിരിക്കും അബ്സല്യൂട്ട് മാക്സിമം, ഏറ്റവും മിനിമം വരുന്നതായിരിക്കും അബ്സല്യൂട്ട് മിനിമം. അങ്ങനെ ആ 4ഉം അടിച്ചു കൊടുക്കുക. അപ്പോൾ എനിക്കറിയാൻ പറ്റും -2ലാണ് ഏറ്റവും കുറവ് വരുന്നത്, -58. 4ലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. സോ അതാണ് മാക്സിമം. അപ്പോൾ അങ്ങനെയാണ് കണ്ടുപിടിക്കുക. വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കിട്ടുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.